ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും എന്ത് പറയുന്നു? സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. അപ്പോൾ ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സീഖ് കബാബ് റോൾസാണ്. സീഖ് കബാബ് കൊണ്ട് നമുക്ക് എങ്ങനെയാണ് റോൾ ഉണ്ടാക്കാൻ പോകുന്നത് നമുക്ക് നോക്കാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കി നോക്കുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഒട്ടും സമയം കളയാതെ നമുക്ക് റെസിപ്പിയിലേക്ക് കിടക്കാം. ആദ്യമായിട്ട് നമുക്ക് കുറച്ച് മസാലയൊന്ന് അരച്ചെടുക്കണം. അതിനുവേണ്ടി ഞാൻ കുറച്ച് മല്ലിയിലയും 2 പച്ചമുളക്, പിന്നെ അതുപോലെ നമ്മുടെ ഒരു സവോള ഞാനിവിടെ ചെറുതായിട്ട് അരിഞ്ഞ് സ്ലൈസായിട്ട് അരിഞ്ഞിട്ട് ഞാനത് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന സവോളയാണ്. അത് നമുക്ക് മിക്സിയിലിട്ട് ഒന്ന് അരച്ചെടുക്കണം. അതുപോലെ തന്നെ ഒരു 250 ഗ്രാം ബോൺലെസ് ചിക്കൻ ഞാൻ എടുത്തിട്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ചെറുതായിട്ട് അരിഞ്ഞ് ഞാൻ മിക്സിയിലിട്ട് ഞാനത് ഇതുപോലെ ഒന്ന് ഞാൻ ക്രഷ് ചെയ്തെടുത്തിരിക്കുന്നതാണ്, കീമ പോലെ ആക്കിയിരിക്കുന്നതാണ്. അതിലേക്ക് നമ്മൾ അരച്ചുകൊണ്ട് വന്നിരിക്കുന്ന മല്ലിയിലയുടെ മസാല നമുക്ക് ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ മല്ലി നമുക്കൊന്ന് ക്രഷ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. പിന്നെ കൂടെ തന്നെ നമുക്ക് തൈര് വേണം, നല്ല കട്ട തൈര് വേണം. നമ്മൾ ഒട്ടും വെള്ളമില്ലാതെ നമുക്ക് ഒരു അരിപ്പയിലേക്ക് വെച്ച് കുറച്ച് നേരം വെച്ചിരുന്നാൽ നമുക്ക് വെള്ളം വാർന്ന് കിട്ടും. ആ തൈര് വേണം ചേർത്ത് കൊടുക്കാൻ. അതിനകത്ത് ഒട്ടും വെള്ളം ഉണ്ടാകാൻ പാടില്ല തൈരിനകത്ത്. പിന്നെ നമുക്ക് 1 ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ മൈദ മതി. കൂടെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് 1 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം. അതുപോലെ 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നിങ്ങൾക്ക് ഇതുപോലെ ഇച്ചിരി വെള്ളം കൂടുതലായിട്ട്, നനവ് കൂടുതലായി തോന്നുകയാണെങ്കിൽ ഒരു ശകലം കൂടി നമുക്ക് മൈദ ചേർത്ത് നമുക്കിത് ഒരു ഡോ പോലെ നമുക്കിത് ആക്കിയെടുക്കാം. കബാബ് ഉണ്ടാക്കാനുള്ള ഒരു ഡോ പോലെ നമുക്കിത് ആക്കിയെടുക്കണം. ഇപ്പോൾ ഇവിടെ ഇത് റെഡി ആയിട്ടുണ്ട്. നമുക്കിത് ഏകദേശം ഇങ്ങനെ ഡോ ആക്കിയതിന് ശേഷം 1 മണിക്കൂറെങ്കിലും നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിരിക്കണം. ഇനി നമുക്ക് ഇതിനൊരു സ്മോക്കി ഫ്ലേവർ കൊടുക്കാനായിട്ട് ഞാൻ ഒരു സ്റ്റീലിൻ്റെ കട്ടോരി അതിനകത്തേക്ക് ഇറക്കി വെച്ചതിന് ശേഷം നമ്മുടെ കൊയില ഒന്ന് കത്തിച്ച് നമുക്ക് അതിനകത്തേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് പുകയുമ്പോഴേക്കും നമുക്ക് അടച്ച് വെച്ച് നമുക്കൊന്ന് സ്മോക്കി ഫ്ലേവർ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ കബാബിന് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ഇതെങ്ങനെ. അപ്പോൾ അതിൻ്റെ സ്മോക്കെല്ലാം അടച്ചു വെച്ച് കഴിയുമ്പോൾ തന്നെ ആ സ്മോക്കെല്ലാം നമ്മുടെ കബാബ് മസാലയിലേക്ക് പിടിക്കുന്നതായിരിക്കും. 2 മിനിറ്റ് 2-3 മിനിറ്റ് ഇതുപോലെ അടച്ചു വെച്ചതിന് ശേഷം നമുക്കത് ഫ്രിഡ്ജിലേക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് അതിനുള്ള ഡോ തയ്യാറാക്കണം. ഞാനിവിടെ 1.5 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്ത് ഇളക്കിയതിന് ശേഷം നമുക്ക് വെള്ളമൊഴിച്ച് നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം. ഒത്തിരി ലൂസായിട്ടുള്ളതല്ല, ഒരുവിധം എന്നാൽ ടൈറ്റായിട്ടുള്ളതല്ല, നല്ല ഒരു മീഡിയം സോഫ്റ്റായിട്ടുള്ള ഡോ നമുക്ക് തയ്യാറാക്കണം. തയ്യാറായതിന് ശേഷം അതിൻ്റെ പുറത്തേക്ക് നമുക്ക് അല്പം എണ്ണ തേച്ച് കൊടുത്ത് നമുക്കതും റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കാം. ഇപ്പോൾ അത് 1 മണിക്കൂറിന് ശേഷം നമ്മുടെ കബാബ് മസാല പുറത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കബാബ് ഉണ്ടാക്കാൻ തുടങ്ങാം. നമ്മുടെ കയ്യിൽ സീഖ് ഇല്ല എന്ന് വരികിൽ നമുക്ക് എങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. ഇതുപോലെ കയ്യിൽ വെച്ചിട്ട് നമുക്കിതുപോലെ ഒരു കബാബിൻ്റെ ഷേപ്പാക്കി കൊടുത്തതിന് ശേഷം നമ്മുടെ കയ്യിൽ ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് പപ്പടം പൊള്ളിക്കാൻ എടുക്കുന്ന ഇതുണ്ടല്ലോ, പപ്പടം കുത്താൻ അതാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിനകത്തേക്കൊന്ന് കയറ്റി കൊടുത്തതിന് ശേഷം ഇതുപോലെ നമ്മുടെ കൈ കൊണ്ട് നമുക്കിന്ന് ഷേപ്പ് ആക്കി കൊടുക്കാം. എന്നിട്ട് നമുക്ക് അതിങ്ങനെ നമുക്ക് ഊരിയെടുക്കാം. അതായതുകൊണ്ട് ഈസി ആയിട്ട് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇപ്പം ഞാനിവിടെ എല്ലാ കബാബും ഇപ്പോൾ ഇങ്ങനെ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു പാൻ അടുപ്പത്ത് വെച്ചതിന് ശേഷം അതിലേക്ക് പാൻ ചൂടായി വരുമ്പോഴേക്കും നമുക്കതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോഴത്തേക്കും നമ്മുടെ ഓരോ കബാബും നമുക്കതിലേക്ക് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്ക് പതുക്കെ ഇതൊന്ന് വേവിച്ചെടുക്കാം, ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒത്തിരി തീയിലിടേണ്ട, മീഡിയം ഫ്ലെയിമിൽ വേണം നമ്മളിതിട്ട് വേവിക്കാനായിട്ട്. കുറച്ച് എണ്ണയ്ക്കകത്ത് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം.
അതുപോലെ ഒരു ബ്രൗൺ കളറാകുന്നത് വരെ നമുക്കിത് പതുക്കെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിവിടെ എല്ലാ കബാബ്സും ഞാനിവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് 2 മുട്ട എടുത്തതിന് ശേഷം ഒന്ന് പാത്രത്തിലേക്ക് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ്, ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ കുറച്ച് കുരുമുളക് പൊടി കൂടെ ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്കിതിൻ്റെ ഒരു ഓംലെറ്റ് നമുക്ക് ഉണ്ടാക്കാം. തവയിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് പൊരിച്ചെടുക്കാം. ഇനി ഇത് നമുക്കൊന്ന് മുറിച്ച് കൊടുക്കാം. നമുക്ക് എത്ര പീസ് വേണം നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ, എത്ര വലിയ പീസ് വേണമെങ്കിൽ വലിയ പീസ്, ചെറിയ പീസ് വേണമെങ്കിൽ ചെറിയ പീസ്, അതിനനുസരിച്ച് നമുക്കിത് മുറിച്ചെടുക്കാം. ഇനി ഇതിൻ്റെ റോൾ ഉണ്ടാക്കാൻ തുടങ്ങാം. എൻ്റെ കയ്യിൽ അത്രയും മാവ് കൊണ്ട് ഞാൻ ഒരു 7 കബാബാണ് എനിക്ക് ഉണ്ടാക്കാൻ പറ്റിയിരിക്കുന്നത്. അതുകൊണ്ട് ഞാനിവിടെ ഈ മാവിനെ 7 പീസായിട്ട് ഞാൻ മുറിച്ചെടുക്കുകയാണ്. ഞാനിവിടെ 7 പീസായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിത് ചെറിയ ബോൾസ് പിടിച്ചതിന് ശേഷം നമുക്കിത് പരത്തിയെടുക്കാം. നല്ല ഒരു കനം കുറഞ്ഞൊരു ചപ്പാത്തി നമുക്ക് പരത്തിയെടുക്കാം. പരത്തിയെടുത്തതിന് ശേഷം ഇതുപോലെ മുട്ടയുടെ പീസ് നമുക്കിതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. ഇതുപോലെ സ്ഥലം വിട്ടിട്ട് വേണം, താഴെയൊന്നും ഇതുപോലെ നമുക്കൊന്ന് സ്ഥലം വിട്ടിട്ട് വേണം നമ്മൾ ഈ മുട്ട വെച്ച് കൊടുക്കാനായിട്ട്. മുട്ട വെച്ച് കൊടുത്തതിന് ശേഷം മുട്ടയുടെ മുകളിലേക്ക് നമുക്ക് അല്പം ഗ്രീൻ ചട്നി നമുക്കൊന്ന് തേച്ച് കൊടുക്കാം. ഇനി നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന കബാബ് മുട്ടയുടെ മുകളിലേക്ക് വെച്ച് കൊടുത്തതിന് ശേഷം നമ്മുടെ ഈ റോളിൻ്റെ എല്ലാ ചുറ്റുഭാഗത്തും നമുക്കിപ്പം വെള്ളം ഒന്ന് തേച്ച് കൊടുക്കാം. നമുക്കിത് മടക്കുമ്പോൾ അത് ഒട്ടിയിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വെള്ളം ചേർക്കുന്നത്, അല്ലെങ്കിൽ അത് പുറത്തേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. തേച്ച് കൊടുത്തതിന് ശേഷം നമുക്കിത് മടക്കി കൊടുക്കാം. ആദ്യം ഒരു സൈഡിൽ നിന്ന് മടക്കി നമുക്കിതൊന്ന് നല്ലോണം ഒട്ടിച്ചു കൊടുക്കാം. അത് കഴിഞ്ഞ് ഇപ്പുറത്തെ സൈഡിൽ നിന്നും അതുപോലെ നമുക്കൊന്ന് മടക്കി കൊടുക്കാം. ഇത് കണ്ടോ, ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കാം. ഒന്ന് മടക്കി നമുക്കതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം. പ്രസ് ചെയ്ത് കഴിയുമ്പോൾ അതങ്ങ് ഒട്ടിക്കോളും. എന്നിട്ട് പിന്നെ ഈ സൈഡിൽ നിന്നും ഇതുപോലെ മടക്കി കൊടുക്കുക. എന്നിട്ട് ഇങ്ങനെ റോൾ ചെയ്ത് നമുക്ക് മാറ്റി വയ്ക്കാം. അങ്ങനെ ഞാനിവിടെ 1-2 എണ്ണം ഞാനിവിടെ ഉണ്ടാക്കുന്നത് ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളിതെല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടമാകും. നല്ല ടേസ്റ്റാണ്. നല്ലൊരു ടേസ്റ്റായിട്ടുള്ള ഒരു വെറൈറ്റി റോളാണ്, ഒരു സെപ്പറേറ്റ് റോളാണ് ഞാനിവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവരിലേക്കൊന്ന് ഷെയർ ചെയ്യുക. ഇനി നമുക്ക് ഇത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പാനിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണയ്ക്ക് ഒത്തിരി ചൂടായിട്ട് തിളപ്പിക്കരുത്. ഒന്ന് മീഡിയം ചൂടാകുമ്പോഴേക്കും നമുക്ക് അതിലേക്ക് നമ്മുടെ റോൾ ഇട്ട് കൊടുക്കാം. നമുക്ക് ഒത്തിരി ഒരുപാട് ബബിൾസ് വരുന്നത് പോലെ എണ്ണ ചൂടാകാൻ പാടില്ല. കാരണം നമ്മുടെ ഈ മാവ് നമുക്ക് വേവിച്ചെടുക്കാനുള്ള മൈദ നല്ലതായിട്ട് വേവേണ്ടതാണ്. അതുകൊണ്ട് നമ്മൾ മീഡിയം ഫ്ലെയിമിലിട്ട് വേണം നമ്മളിത് വേവിക്കാനായിട്ട്. ഇട്ട് കൊടുത്തതിന് ശേഷം ഇതുപോലെ നമുക്ക് എണ്ണ അതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ഒന്ന് കോരി ഒഴിച്ച് കൊടുക്കാം. ഒരു വശം ഒരു ഗോൾഡൻ ബ്രൗൺ ആകുമ്പോഴേക്കും നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. അതുപോലെ നമുക്കിത് മുഴുവൻ ഒരു ഗോൾഡൻ ബ്രൗൺ കളറാകുന്നത് വരെ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഇവിടെ ഇത് റെഡി ആയിട്ടുണ്ട്. അതുപോലെ നമുക്ക് എല്ലാ റോൾസും നമുക്കിതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. ഇവിടെ നമ്മുടെ റോൾസ് എല്ലാം റെഡി ആയിട്ടുണ്ട്. ഗ്രീൻ ചട്നിയുടെ കൂട്ടത്തിലോ അല്ലെങ്കിൽ ടൊമാറ്റോ സോസിൻ്റെ കൂടെയോ ഒക്കെ നമുക്കിത് കഴിക്കാവുന്നതാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റോളാണ്, ഒരു വെറൈറ്റി റോളാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ എല്ലാ സ്നേഹവും സഹകരണവും ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇതുപോലെ വേറെ ഒരു വീഡിയോയുമായി